നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി മോഹികളായി 3 പേർ: ചെന്നിത്തലയും സതീശനും സുധാകരനും. ഇനിയുമുണ്ട് 1.5 വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. കോൺഗ്രസിൽ ഇപ്പോഴേ ഒരുക്കങ്ങൾ തകൃതിയായി തുടങ്ങി. തിരഞ്ഞെടുപ്പിനെ നേരിടാനൊന്നുമല്ല, അതിനുശേഷം UDF അധികാരത്തിലെത്തുമെന്ന് സ്വപ്നം കാണുന്ന കോൺഗ്രസ് നേതാക്കൾ അതുക്കും മേലെയായി മുഖ്യമന്ത്രിയാകാനുള്ള മുന്നൊരുക്കങ്ങളിലാണ്. ഒന്നല്ല രണ്ടല്ല ഡസൻ കണക്കിന് നേതാക്കളാണ് മുഖ്യമന്ത്രിയാകാൻ കുപ്പായവും തച്ചു കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ചോട്ടാ നേതാക്കൾ നോക്കിക്കൊള്ളും. തങ്ങളുടെ ലക്ഷ്യത്തെ മുഖ്യമന്ത്രിയാകുക എന്ന പതിവ് ധാരണയിലാണവർ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 16 മാസം ശേഷിക്കെ കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. അവർ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. മതപരവും സാമുദായികവുമായ പിന്തുണ ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങളിൽ ഇവരിൽ ആര് വിജയിക്കുമെന്നതാണ് രാഷ്ട്രീയ ചർച്ച. ഒരു പതിറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചകളിൽ ചെന്നിത്തലയുടെ പേര് വീണ്ടും സജീവമാകുന്നത് അദ്ദേഹത്തോടുള്ള NSS നേതൃത്വത്തിലെ അമർഷം അവസാനിച്ചതോടുകൂടിയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ക്ഷണിച്ചിരുന്നു. അത് നല്ല കാര്യമാണെന്ന് VD സതീശനും പറഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും യോഗ്യൻ രമേശ് ആണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചിരുന്നു. NSSന്റെയും SNDP യോഗത്തിന്റെയും ധാർമ്മിക പിന്തുണ ഉറപ്പാക്കിയതുപോലെയാണ് പ്രചാരണം നടക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കവും സജീവമാണ്. അതേസമയം UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സ്വാഭാവിക സ്ഥാനാർത്ഥികളിൽ ഒരാളായിരിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നതിൽ സംശയമില്ല. എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസ് യുവാക്കളുടെ പിന്തുണ നേടുന്നതിൽ സതീശൻ വിജയിച്ചത് ഇതിന്റെ സൂചനയാണ്. പഴയ A ഗ്രൂപ്പിലെ ചില മാനേജർമാർ ഇപ്പോഴും സതീശന്റെ വിശ്വസ്തരാണ്. എന്നാൽ I ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളിൽ പലരും അസൗകര്യത്തിലാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പല കാര്യങ്ങളും തങ്ങളോട് ആലോചിക്കാതെ നിയന്ത്രിക്കുകയും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇവരുടെ പരാതി. സംഘടനയെയും പാർട്ടി നിയമനിർമ്മാണത്തെയും നിയന്ത്രിക്കാൻ സതീശൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് വലിയ I ഗ്രൂപ്പിലെ സജീവമാക്കാനും പോരാടാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്ന വാദവുമായി ചെന്നിത്തലയും K മുരളീധരനും ശശി തരൂരും രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് പൂർണ്ണ യോഗ്യതയുണ്ടെന്ന K സുധാകരന്റെ പ്രതികരണവും ഇവിടെ ശ്രദ്ധേയമാണ്.